യൂറോപ്പിലെ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിലെ മികവിന് വനിതകൾക്ക് നൽകപ്പെടുന്ന പ്രധാന അംഗീകാരങ്ങളിൽ ഒന്നായ വിമൺ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് അവാർഡ്സ് 2025-ൽ റിനറ്റ് സെബാസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ പ്ലാനർ വിഭാഗത്തിൽ ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ജെ മർഫി ആൻഡ് സൺസ് ലിമിറ്റഡിൽ പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട് കൺട്രോൾസ് മാനേജറായ റിനറ്റ് യുകെയിലെ ഏറ്റവും സങ്കീർണമായ ചില കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. സാങ്കേതിക മികവും തന്ത്രപരമായ കാഴ്ചപ്പാടും മാത്രമല്ല, പരമ്പരാഗതമായി പുരുഷാധിപത്യമുള്ള ഒരു മേഖലയിൽ നിർണായകമായ പ്രോജക്റ്റുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള സുപ്രധാന പങ്കാളിത്തവും അവാർഡ് പരിഗണിക്കപ്പെടുന്നതിന് കാരണമായി മാറി. യൂറോപ്പിലെ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളിൽ നേതൃത്വ പാടവം, നവനീയ ആശയങ്ങൾ, സ്വാധീന ശേഷി എന്നിവ പ്രകടമാക്കുന്ന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും അഭിമാനകരമായ അംഗീകാരങ്ങളിൽ ഒന്നാണ് അവാർഡ്സ്. യൂറോപ്പിലെ മുൻനിര എഞ്ചിനീയറിംഗ് കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്നും നൂറുകണക്കിന് നോമിനേഷനുകൾ ലഭിക്കുന്നതിൽ നിന്നും ഫൈനലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അസാധാരണമായ ഒരു നേട്ടമാണ്. കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് മേഖലയിലുടനീളം വനിതകൾ നൽകുന്ന സുപ്രധാന സംഭാവനകളെ അംഗീകരിക്കുകയും അതിൽ മാതൃകയാകുന്നവരെ ആദരിച്ച് വരും തലമുറയിലെ വനിതകളെ പ്രചോദിപ്പിക്കുകയുമാണ് അവാർഡുകളുടെ ലക്ഷ്യം. എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ രംഗത്തെ യുകെയിലെ മുൻനിര കമ്പനികളിൽ ഒന്നായ ജെ മർഫി ആൻഡ് സൺസിൽ രാജ്യാന്തര അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വലിയ തോതിലുള്ള പദ്ധതികളുടെ സുഗമമായ ഏകോപനം ഉറപ്പാക്കിക്കൊണ്ട് പ്രൊജക്ട് ഷെഡ്യൂളുകളുടെ രൂപീകരണത്തിനും നിർവഹണത്തിനും റിനറ്റ് നേതൃത്വം നൽകുന്നു. സമയപരിധിക്കുള്ളിൽ വെല്ലുവിളികളെ നേരിട്ട് പദ്ധതികളുടെ ആസൂത്രണം മുതൽ നിർവഹണം വരെയുള്ള നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും സംഘടിപ്പിക്കുന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ്. വിശദമായ പ്രോജക്ട് ഷെഡ്യൂളുകൾ സൃഷ്ടിക്കുക, വിവിധ വിഷയങ്ങളിലെ ടീമുകളെ വിന്യസിക്കുക, അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അനുസരിച്ച് സമയാസമയങ്ങളിൽ പദ്ധതികൾ ക്രമീകരിക്കുക, സമയപരിധി, ബജറ്റുകൾ, ഗുണനിലവാരം എന്നിവ സന്തുലിതമാക്കുക എന്നിവ ഒരു കൺസ്ട്രക്ഷൻ പ്ലാനർ എന്ന നിലയിലുള്ള ലണ്ടനിലെ തേംസ് നദിയെ ശുദ്ധമാക്കാനുള്ള 900 മില്യൺ പൗണ്ട് പദ്ധതിയായ തേംസ് ടൈഡ്വേ ടണൽ, യുകെയിലെ ഊർജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നിർണായകമായ ഐൽ ഓഫ് ഗ്രെയിൽ ഗ്യാസ് ഫെസിലിറ്റി, 10,000-ലധികം വീടുകളിലേക്ക് വൈദ്യുതി വിതരണത്തിനായിട്ടുള്ള ബാർക്കിംഗ് 132 kV സ്വിച്ച് ഗിയർ റീപ്ലേസ്മെന്റ് പ്രോജക്ട്, റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റായ ഷെഫീൽഡ് മെഡോഹാൾ ഇയോൺ പ്ലാന്റ് എന്നിവ അവയിൽ ചിലതാണ്. ജെ മർഫി ആൻഡ് സൺസ് ലിമിറ്റഡിൽ സീനിയർ പ്ലാനർ, ലേയിങ് റൂഫ് കമ്പനിയിൽ പ്രോജക്ട് പ്ലാനർ, എഇകോം ഡിസൈൻ ബിൽഡിൽ പ്ലാനിംഗ് എഞ്ചിനീയർ എന്നിങ്ങനെയും പ്രവർത്തിച്ചിട്ടുണ്ട്. കർണാടകയിലെ സുള്ളിയ KVG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ റിനറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ പ്ലാനിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്ത ശേഷമാണ് 2007-ൽ യുകെയിലേക്ക് എത്തുന്നത്. ജെ മർഫി ആൻഡ് സൺസ് ലിമിറ്റഡിൽ ഫ്യൂച്ചർ ലീഡർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള നേതൃത്വ പരിശീലനവും തുടരുന്നു. കണ്ണൂർ എടൂർ പാറക്കുന്നിൽ PJ സെബാസ്റ്റ്യൻ മാർഗ്രറ്റ് ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് യുഗ്മ ദേശീയ പ്രസിഡന്റായ കുറവിലങ്ങാട് കണ്ണംകുളം സ്വദേശി അഡ്വക്കേറ്റ് എബി കെ സെബാസ്റ്റ്യൻ ആണ്. ന്യൂസ് ഡെസ്ക് വിഷൻ.